ഹലോ, എല്ലാവർക്കും ട്രിവാൻഡ്രത്തിന്റെ പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. കൺമണി, സേ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പത്മനാഭപുരം പാലസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സമയം ഇപ്പോൾ എത്രയായി? സമയം 8:30 സമയം. അവിടെ 9 മണിക്കോ 9:30 ആണ് സ്റ്റാർട്ട് ചെയ്യുക പത്മനാഭപുരം പാലസ്. ഇവിടുന്ന് 52 കിലോമീറ്റേഴ്സ് എന്തോ ഉണ്ട്, നിയർ അബൌട്ട് 60 കിലോമീറ്റേഴ്സ് ഉണ്ട് അല്ലേ? 60 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ യാത്ര. മേ ബി ഒരു ഫുൾ ഡേ ഒന്നും വേണ്ടി വരില്ല അവിടെ കവർ ചെയ്യാൻ. പക്ഷെ നമ്മൾ രാവിലെ തന്നെ പോയിട്ട്, കാരണം അത് ഒത്തിരി കുറച്ച് ദൂരം ആയതുകൊണ്ട് ആ സൈഡ് തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആസ് യൂഷ്വൽ അശ്വിൻ്റെ ഫേവറേറ്റ് കോഫി ഹൗസിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സെയിം കോഫി ഹൗസ് അശ്വു ലാസ്റ്റ് ടൈം അല്ല അഞ്ചത്തല്ല. അപ്പോൾ അശ്വിനി അവൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടുത്തെ നോൺ വെജ് ഭയങ്കര ഫേമസ് ആണെന്നാണ് ഞങ്ങളോട് സനിത്തേട്ടൻ പറഞ്ഞത്. പക്ഷെ അവിടെ നമുക്ക് ഇന്ന് ക്ലോസ്ഡ് ആണ്. ഇന്ന് സൺഡേ അല്ലേ? സൺഡേ ഇന്ന് ക്ലോസ്ഡ് ആണ്. അപ്പം നമ്മൾ വിചാരിച്ചു നാളെ പോയി എക്സ്പ്ലോർ ചെയ്യാം. ഇന്ന് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വണ്ടി വിടാം. നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തെത്തി. ഇതാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ഇവിടെ അടുത്ത് എവിടെ ഉണ്ടൊരു കോഫി ഹൗസ്. ഏനശു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല. ചിലപ്പോൾ സൺഡേ ആയതുകൊണ്ടായിരിക്കാം അവൻ ആഗ്രഹിച്ച സാധനം അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി സമയം ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അത്രയും സമയം വെയിറ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നൊരു ഗീ റോസ്റ്റും ഒരു മസാല ദോശയും കൺമണി ഒരു പൂരിയും കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. നമ്മൾ ഇന്നലെ നമ്മൾ വർക്കല പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാനൊരു വ്ളോഗൊക്കെ പ്ലാൻ ചെയ്തതാണ്. വർക്കല കാണിക്കാൻ, നമുക്ക് വർക്കല പോകുന്നതൊക്കെ കാണിക്കാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. പറയാനാണെങ്കിൽ കുറച്ച് ഞാൻ വീഡിയോ എടുത്തു. പക്ഷെ എന്താ പറ്റിയെന്നറിയോ, ഇന്നലെ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം സമയം റെസ്റ്റ് ചെയ്തിട്ട് ഒരു ഈവനിങ് മാത്രം നമുക്ക് പുറത്ത് പോകാനായിരുന്നു ഇന്നലത്തെ പ്ലാൻ. കാരണം നമ്മൾ ചൊവ്വാഴ്ച രാവിലെ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 4 ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ലീപ്പ് സൈക്കിളും ഞങ്ങളുടെ ഒരു ഫുഡ് സൈക്കിളും എല്ലാം ഒരു ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ സിസ്റ്റം കുറച്ചുകൂടി സ്ലോ ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ്, ഇപ്പം നമ്മൾ ഒരു 10 ദിവസത്തെ ട്രിപ്പാണെങ്കിൽ 10 ദിവസവും അങ്ങനെ മോർണിംഗ് ടു നൈറ്റ് ആക്റ്റീവായിട്ട് ഇരിക്കാൻ ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മളൊരു 4 days അങ്ങനെ ഇരുന്നിട്ട് ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്തു നമുക്ക് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാം, കുറച്ചധികം സമയം റെസ്റ്റ് എടുക്കാം, വൈകുന്നേരം പോയിട്ട് വർക്കല സൺസെറ്റ് ഒക്കെ കാണാനൊക്കെയുള്ള പ്ലാനായിരുന്നു. അങ്ങനെ നമ്മൾ എത്ര മണി നമ്മൾ ಎಷ್ಟು ಗಂಟೆಗೆ ನಾವು ಹೊರಗಡೆ ಹೋದ್ವಿ? 3 ಗಂಟೆಗೆ, അറൗണ്ട് 2:30 അല്ലേ? 2 മണി. നമ്മൾ രാവിലെ മെല്ലെ ഉറങ്ങി എഴുന്നേറ്റു. അറൗണ്ട് 10-11 മണിക്ക് ഉറങ്ങി എഴുന്നേറ്റു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പാരഗണിൽ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പാരഗണിൽ ഇന്നലെ ശനിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. നമ്മളൊരു 20 minutes വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. നമ്മൾ വർക്കലയ്ക്ക് ഇറങ്ങി. വർക്കല എത്തിയപ്പോഴല്ലേ എന്തൊരു തിരക്കായിരുന്നു. ഹെലിപാഡിലേക്ക് വണ്ടി വിടുന്നില്ല അല്ലേ? നമ്മൾ അത്രയും ആള്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ 1 കിലോമീറ്റർ ദൂരം പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് നടന്നിട്ട് അവിടെ എത്തുമ്പോഴും ഓവർ ക്രൗഡഡ് ആയിരുന്നു. സൺസെറ്റ് ഉണ്ടായിരുന്നില്ല, കാരണം ഭയങ്കര ക്ലൗഡി ആയിരുന്നു ഇന്നലെ. നമുക്ക് ഇന്നലെ സൺസെറ്റ് കണ്ടില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ തട്ടിക്കൂട്ടി ഒരു വ്ളോഗ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിനകത്ത് അതെ, നല്ലൊരു വ്ളോഗാണെങ്കിൽ കാണിക്കാൻ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണ് ഞാനൊരു ചെറിയ ഷോർട്സ് ആയിട്ട് ചെയ്തത്. കാരണം നമ്മൾ വർക്കിലൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പം എനിക്ക് എന്നിട്ട് വേറെ ഒരു യൂട്യൂബ് ഫാമിലി മെമ്പർ മെസ്സേജ് ചെയ്തു, കമൻറ്റ് ചെയ്തു. അവിടെ കാപ്പിൽ ബീച്ചും അതുപോലെ കുറേ ബീച്ചസ് ഉണ്ട്, വേറെ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അതൊന്നും നമുക്ക് മിസ്സായി. അപ്പം നമ്മൾ വിചാരിച്ചു അതെല്ലാം കൂടി ചേർത്തിട്ട് വേറൊരു പ്രാവശ്യം നമുക്ക് വർക്കല പ്ലാൻ ചെയ്യാം
വി കെയിം നിയർ പഴവങ്ങാടി ഈസ്റ്റ് ഫോർട്ട്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാം. വർക്കലയ്ക്ക് നമ്മൾ വേറൊരു ടൈമിൽ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഒരു പീസ്ഫുള്ളായിരുന്ന സമയത്ത് നമ്മൾ വർക്കല എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. കാരണം ഇത്രയും തിരക്കുള്ള സമയത്ത് വർക്കല കാണിക്കാനും ಆ ഒരു ಭಂಗಿಯೊಂದಿಲ್ಲ ಅಲ್ಲ ಇಷ್ಟು ಇಷ್ಟಕ್ಕೆ ಓವರ್ ಕ್ರೌಡ್ ಆಗಿದ್ದಾಗ ತೋರಿಸ್ಲಿಕ್ಕೆ ಚೆನ್ನಾಗಿರಲಿಲ್ಲ. അതെ അതെ, കാരണം നമ്മളിങ്ങനെ നടക്കുമ്പം ആ ക്ലിഫിലൂടെ നടക്കുമ്പോൾ നമ്മൾ വേറെ ആൾ വന്ന് തട്ടുക, അത്രയും ക്രൗഡാണ് ഇന്നലെ. അപ്പം അത് നമുക്ക് ഇന്നോൺ ടൈം വിൽ പ്ലാൻ. നെക്സ്റ്റ് ടൈം നമ്മൾ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ വിൽ ഡെഫിനറ്റ്ലി ഗോ ദേ, സ്റ്റേ ദേ ആൻഡ് എക്സ്പ്ലോർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ കാണിക്കാം കേട്ടോ. നമ്മൾ എന്ത് വീഡിയോ ചെയ്യുമ്പോഴും എനി വ്ലോഗ്, നമ്മൾ എന്ത് വ്ലോഗ് ചെയ്താലും അത് ഏനാതൊന്നും ഇരിಬೇಕಲ್ಲ ಸುಮ್ಮನೆ. Because even we too don't like to show randomly anything. നമ്മളൊരു വീഡിയോ ചെയ്തു എന്നുള്ള രീതിയിൽ ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വർക്കല സ്കിപ്പ് ചെയ്തത്. പക്ഷെ വർക്കല ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, ക്ലിഫും ബീച്ചും മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ബീച്ചിൻ്റെ താഴോട്ടും ഉണ്ടായിരുന്നില്ല, അത്രയും ക്രൗഡായിരുന്നു. അപ്പം ചിലപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് എനിക്ക് കമൻറ്റിൽ ചോദിക്കും, മേ ബി ദേ ലാസ്റ്റ് മീൻ സം കമൻറ്റ്സ് ലൈക്ക് വർക്കല ಹೋಗಿಲ್ವಾ ಅಂತ. സോ വി ആർ സേയിങ് ദിസ്. പാലസ് ടോയ് ഉണ്ടല്ലേ, ടോയ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് രാവിലെ അവളെ ഉറക്കത്തിന് എഴുന്നേപ്പിച്ചത്. ടോയ് വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എഴുന്നേക്കുമ്പോൾ പറഞ്ഞു പാലസിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് പാലസ് കാണണ്ട, അല്ലെങ്കിൽ കൺമണിക്ക് പാലസ് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയില്ലല്ലോ. അപ്പം ടോയ് എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേപ്പിച്ച് ഡ്രസ്സ് ഇടിപ്പിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ ടോയ് ഉണ്ട് കണ്ടോ. ഓക്കെ, നമ്മളിപ്പം ഈസ്റ്റ് ഫോർട്ട് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 1.5 hour കാണിക്കുന്നുണ്ട് ഇവിടുന്ന്. എത്ര കിലോമീറ്റർ? 60 55 കിലോമീറ്റേഴ്സ്. 60 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് പത്മനാഭപുരം പാലസിലേക്ക് പോകേണ്ടത് കോവളം വഴിയാണ് കേട്ടോ. അപ്പം ഭയങ്കര തിരക്കുണ്ട്, കുറച്ച് അധികം ട്രാഫിക് ഉണ്ട്. ഇന്നും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കോവളത്തേക്കൊക്കെ ആൾക്കാർ കൂടുതലായിരിക്കും. നമ്മളിപ്പം തിരുവല്ലം വഴി ഇങ്ങനെ നമ്മളതെ കോവളം പോയ അതേ റൂട്ട്, അശോ സെയിം കോവളം റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ട്രാഫിക് ഉണ്ടെങ്കിലും ട്രാഫിക് പോലീസൊക്കെ പെട്ടെന്ന് എല്ലാം ക്ലിയർ ചെയ്ത് വിടുന്നുണ്ടല്ലേ, പെട്ടെന്ന് ക്ലിയർ ആവുന്നുണ്ട്. ഒത്തിരി സമയമൊന്നും നമ്മൾ അങ്ങനെ ട്രാഫിക്കിൽ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇന്ന് അറിയില്ല, ചിലപ്പം പത്മനാഭപുരം പാലസും മോനെ നോക്കാം. ഇന്ന് പാലസ് ഇല്ലേ പൊന്നാ, പാലസിലും നല്ല ആൾക്കാരുണ്ടാവും, തിരക്കുണ്ടാവും ചിലപ്പം, പറയാൻ പറ്റില്ല, സൺഡേ അല്ലേ. ഫോൺ ടോയ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പത്മനാഭപുരം പാലസ് മൺഡേ ക്ലോസ്ഡ് ആണ് കേട്ടോ. മൺഡേ ആണ് അവിടെ ഹോളിഡേ. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ പോകാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ വിചാരിച്ചു നാളെ മൺഡേ അല്ലേ, അങ്ങനെ അത് ഇന്നേക്ക് മാറ്റി. നമ്മൾ തമിഴ്നാട് കയറി എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടോ, തേങ്ങാപ്പട്ടണം കന്യാകുമാരി തിരുനെൽവേലി എന്ന് കാണിക്കുന്നുണ്ട്. തേങ്ങാപ്പട്ടണം, ഞാൻ ഈ തേങ്ങാപ്പട്ടണം എന്ന് കേട്ടിട്ടുണ്ട്. ಅಶ್ಯೋ ಇಲ್ಲಿಂದ ಲೆಫ್ಟ್ ಹೋದ್ಮೇಲೆ ತೇಂಗಾಪಟ್ಟಣ, ಅದು ದೂರ ಹೆಸರು. തേങ്ങാപ്പട്ടണം എന്താ, തേങ്ങ ನನಗೆ ಗೊತ್ತಿಲ್ಲ ಈ ಮೀನಿಂಗ್. തെങ്ങിനക്കായി. നമ്മളൊരു മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് വരണം കേട്ടോ. തക്ലായി അങ്ങനെ എന്തോ ആണ് ഈ സ്ഥലത്തിന്റെ പേര്. കണ്ട് നമുക്ക് നേരെ നോക്കുമ്പോൾ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഒരു ഭാഗം കാണാൻ പറ്റും കേട്ടോ. വലിയൊരു മല കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. നമ്മൾ ആ റോഡിലൂടെ ഇങ്ങനെ പോവാണ്. പത്മനാഭപുരം, ഈ സ്ഥലത്തിന്റെ പേര് തന്നെ പത്മനാഭപുരം എന്നാണ്. അശോ ಅಲ್ಲ ಶೂ ಅಲ್ಲಿ ಬರ್ದಿದೆ ಪದ್ಮನಾಭಪುರ ಊರ ಹೆಸರು. ഇന്ന് കുറച്ച് തിരക്കുണ്ടെന്ന് തോന്നുന്നു, വണ്ടികളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് ശരിക്കും കന്യാകുമാരി ജില്ലയിലാണ് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേര് പത്മനാഭപുരം. നമ്മളങ്ങനെ പാലസിൻ്റെ അടുത്തെത്തി. ഇതാണ് കേട്ടോ പാലസ്, പത്മനാഭപുരം പാലസ്.
ഇവിടെ എൻട്രി ഡീറ്റെയിൽസ് ഇതാണ് കേട്ടോ. എൻട്രി ഫീസ് ഒരാൾക്ക് 50 രൂപ, ഫോറിനേഴ്സിന് 500. നമ്മുടെ മക്കൾക്ക് 5 മുതൽ 12 വയസ്സ് വരെ 10 രൂപ, ഫോറിൻ മക്കളാണെങ്കിൽ 100 രൂപ. പിന്നെ മൊബൈൽ ക്യാമറയ്ക്ക് 10 രൂപ കൊടുക്കണം. ഓർഡിനറി ക്യാമറ 250, ഗോപ്രോ ഒക്കെ ആണെങ്കിൽ 250. പിന്നെ പ്രൊഫഷണൽ വീഡിയോഗ്രാഫി ഫോട്ടോഷൂട്ടൊക്കെ ആണെങ്കിൽ 2000 രൂപ. ടിക്കറ്റ് ടൈമിങ്സ് രാവിലെ 9 മണി മുതൽ 12:30 അടയ്ക്കും, പിന്നെ 2 മണി മുതൽ 4:30 വരെ. അപ്പം നമുക്കിനി ഒരു 1.5 മണിക്കൂർ സമയമുണ്ട്. ഇതിനകത്തൊരു ക്യാൻറ്റീൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും എന്തെടുത്താലും 10 രൂപയാണ്. അതും നല്ലതാണെന്ന് അവിടെ ഒരു ചേച്ചി പറഞ്ഞു. പിന്നെ മൺഡേ ഹോളിഡേ ആണ്. കണ്ണൂന് എന്ത് കണ്ണു? ചൈനീസ് ജാസ്. ഇവിടെ എന്നും 1000 ആൾക്കാർക്കുള്ള ഭക്ഷണം വിളമ്പുമായിരുന്നു. ഇത് മെഡിറ്റേഷൻ ഹാൾ അല്ലേ ഷു? പ്രെയർ ആൻഡ് മെഡിറ്റേഷൻ. ഫുൾ ഡാർക്കാണുള്ളിൽ. സ്റ്റെപ്പ് നോക്കണേ. ഇവിടെ മൊബൈൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ 60% ഷൂട്ട് ചെയ്തത് ഈ ഒരു പാലസിൽ വെച്ചിട്ടാണ് കേട്ടോ. ബാക്കി 40% ഹിൽ പാലസിലും തൃപ്പൂണിത്തുറ. ഇത് അന്നത്തെ ഫോറിനേഴ്സിനൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് അന്നത്തെ ടോയ്ലറ്റാണ്. ക്യാൻറ്റീനിൽ പോവാം. മണിച്ചിത്രത്താഴിലെ ലാസ്റ്റ് ഡാൻസ് ആവുന്ന ഒരു ഡാൻസ് ഹാളാണ് കേട്ടോ ഇത്. ഡാൻസ് ഹാൾ. ഇതിനകത്ത് നല്ല തണുപ്പുണ്ട്. മൊത്തം കല്ലിൻ്റെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. പക്ഷെ പുറത്തൊക്കെ ആവശ്യത്തിന് നല്ല ചൂടുമുണ്ട്. ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പുരാവസ്തു മ്യൂസിയം ഉണ്ട്. ഇത് നമ്മുടെ കേരള ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് കേട്ടോ. അവരാണ് ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അശ്വിനാകെ നടന്ന് ടയേർഡായിട്ട് ഇവിടെ ഇരിക്കുക. അകത്ത് കുറേ നടക്കാറുണ്ട് കേട്ടോ. കുറേ നടന്ന് കാണാനൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളുള്ളത് പത്മനാഭപുരം പാലസിലാണ്. ഈ പത്മനാഭപുരം പാലസിന് വേറൊരു പേരും കൂടി ഉണ്ട്, കൽക്കുളം പാലസ് എന്ന് പറയും കേട്ടോ. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്നൊരു 52 കിലോമീറ്റർ ഉണ്ട്, കന്യാകുമാരിയിൽ നിന്നൊരു 32 കിലോമീറ്റർ, നാഗർകോവിൽ നിന്നൊരു 19 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് പത്മനാഭപുരം എന്നാണ്. പിന്നെ ഇത് തമിഴ്നാട്ടിലാണെങ്കിൽ കൂടെ ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള പാലസാണ്. നമ്മുടെ കേരള ഗവൺമെൻറ്റാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നതും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ. അതുപോലെ തന്നെ ഇവിടെയുള്ള മ്യൂസിയം കൂടി നമ്മുടെ കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് മ്യൂസിയം കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ പഴയ ട്രാവങ്കൂർ രാജാക്കന്മാരുടെ ക്യാപിറ്റൽ സിറ്റിയായിരുന്നു ഈ പത്മനാഭപുരം. പത്മനാഭപുരം ഇവിടെ പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോർഡ് പത്മനാഭ, നമ്മുടെ പത്മനാഭൻ്റെ വലിയ ഫാനായിരുന്നു മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇതിൻ്റെ ഒരു റീബിൽഡ് ചെയ്ത ആൾ. മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മയുടെ സമയത്താണ്, അതായത് 1700-കളിൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഈ ഒരു കൊട്ടാരത്തിന് നമ്മൾ റീബിൽഡ് ആവുന്നത്. അപ്പോൾ ഈ മാർത്താണ്ഡവർമ്മ ലോർഡ് പത്മനാഭൻ്റെ വലിയൊരു ഡിവോട്ടി ആയിരുന്നു. അങ്ങനെയാണ് ഈ പ്ലേസിന് പത്മനാഭപുരം എന്നുള്ള പേര് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് 1500-കളിൽ കെട്ടിയ ഒരു കൊട്ടാരമാണ്. പക്ഷേ അതിനെ പിന്നീട് 1750-ലാണ് റീബിൽഡ് ചെയ്യപ്പെട്ടിരുന്നത്. ഈ പാലസ് ആദ്യമായിട്ട് കെട്ടിയതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണാട് ഭരിച്ചിരുന്ന
ഇരവിവർമ്മ കുലശേഖര പെരുമാൾ എന്ന് പറഞ്ഞ രാജാവാണ് ഈ ഒരു പാലസ് ആദ്യമായിട്ട് കെട്ടിയത് കേട്ടോ. അതായത് അദ്ദേഹം ഭരിച്ചിരുന്ന കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1590-കൾ മുതൽ 1600-കൾ വരെയാണ്. അപ്പോൾ 1602 അങ്ങനെ എന്തോ ആണ് ആദ്യമായിട്ട് ഈ പാലസ് കെട്ടുന്നത്. അതിനുശേഷം 1700-കളിൽ നമ്മുടെ മോഡേൺ ട്രാവൻകൂറിൻ്റെ ഫൗണ്ടറായിട്ടുള്ള അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് ഇതിനെ ഏറ്റെടുക്കുകയും അതിനുശേഷം 1750 റീബിൽഡ് ചെയ്തു. ശേഷം 1790-കളിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും അവർ ഇവിടുന്ന് ഇവരുടെ ക്യാപിറ്റൽ സിറ്റീനെ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം പഴയതുപോലെ അത്രയും ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും തിരുവനന്തപുരത്തുള്ള ഒരു കൊട്ടാരത്തിൻ്റെ അകത്താണ് ഈ ഇവിടുത്തെ രാജാവിൻ്റെ സിംഹാസനമൊക്കെ ഉള്ളത്. ഇവിടെ അന്നത്തെ കട്ടിലും അന്ന് ഉപയോഗിച്ചിരുന്ന കട്ടിലും അന്നത്തെ ആ കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ഇതിനകത്ത് കാണാൻ അതുപോലത്തെ കാര്യങ്ങളാണ് കൂടുതൽ. അവരുടെ ബെഡ്റൂമും അവരുടെ കട്ടിലും ആട്ടുതൊട്ടിലും അങ്ങനെ പല കാര്യങ്ങളാണ് ഇതിനകത്ത് ഇപ്പോൾ അവർ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ. 12:30 ഇത് ക്ലോസ് ആവും, പിന്നെ 2:30 ഇത് റീഓപ്പൺ ചെയ്യും. പിന്നെന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതൊരു വർത്ത് വിസിറ്റിംഗ് ആണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ കുറേ ഭാഗമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ആ ഒരു ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ആ ഒരു രീതിയിലായതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് നടക്കുമ്പോൾ ആ ഒരു കല്ലിൻ്റെ അവിടെ നമുക്ക് കാലിന് ചൂടടിക്കുമെങ്കിലും കൂടുതൽ അതിനകത്ത് നല്ല തണുത്തൊരു കാറ്റും തണുത്തൊരു ഇതാണ് കേട്ടോ. അതിൻ്റെ അകത്ത് നല്ല തണുപ്പാണ്. അതൊക്കെയാണ് നമ്മുടെ ഈ പാലസിനെ കുറിച്ച് പറയാനുള്ളത്. ಅಶು ಹೇಗೆ ಅನಿಸ್ತಿದೆ? ಹೆಂಗೆ ಅನಿಸ್ತು? ಹೌ ಡಿಡ್ ಯು ಫೀಲ್? Yeah, it was very old palace, but it was very clean. ഒരു 400 years അല്ലേ? More than 400 years. Well And maintained. it got renovated I think 350 years after, before 350 years. 1750 ಅಲ್ಲಿ ರಿನೋವೇಷನ್ ಆಗಿರೋದು. It's very clean. Okay, കുഴപ്പമില്ല. Once a week വിസിറ്റ് ചെയ്യാൻ നല്ലതാണ്. to visit once, it's good. ഹിസ്റ്ററി ഒക്കെ അറിഞ്ഞിരിക്കാൻ നല്ലതല്ലേ കൺമണി? To know about history of Kerala, how the Travancore kingdom was like ruled this whole region. To know about that, like it's better than textbooks. If you visit this place, ആ മ്യൂസിയം ಅಲ್ಲಿ everything is written very clearly. you'll Everything get is to know, shown like, with each by and pictures. everything. Like how they fought for this land, everything will get to know. Yes, yes. And the Manichitra താഴോ movie scene, we couldn't find it anywhere. നമുക്ക് പുതിയ സ്ഥലത്തേക്ക് പോയാലോ? നെക്സ്റ്റ് പ്ലേസിലേക്ക് പുതിയ സ്ഥലം യാವುದು? നോടണം. നമ്മൾ ബാലരാമപുരം വഴിയാണ്. ബാലരാമപുരം വഴിയല്ല, പക്ഷെ നമുക്ക് കോവളത്തേക്ക് പോകുമ്പം, അതായത് നമ്മൾ പത്മനാഭപുരം പോയിട്ട് അവിടുന്ന് കോവളം തിരുവല്ലം വഴിയാണ് ട്രിവാൻഡ്രത്ത് പോകുക. അത് ഹൈവേ ആണ് കേട്ടോ. അപ്പം ആ ഹൈവേന്ന് നമുക്കൊരു 13 മിനിറ്റ്, അതായത് ഒരു 15 മിനിറ്റ് മാക്സിമം നമ്മളൊരു റൈറ്റ് ടേണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാഗർകോവിൽ ട്രിവാൻഡ്രം റോഡ് കിട്ടും. ആ റോഡിൽ നമുക്ക് ബാലരാമപുരം കാണാൻ പറ്റും കേട്ടോ. അതായത് പാറശാല, നെയ്യാറ്റിൻകര, ബാലരാമപുരം ആ റോഡ്. അതായത് ഞങ്ങൾ ഫസ്റ്റ് ട്രാവൽ ചെയ്ത് വന്നത് ഇതേ റൂട്ടിലാണ്. അപ്പം നമ്മൾ അന്ന് വന്നപ്പോൾ നമ്മൾ ഈ ബാലരാമപുരം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പം വരുമ്പോൾ നമുക്ക് ഹൈവേന്ന് ബാലരാമപുരത്തിനൊരു ബോർഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ബാലരാമപുരത്ത് പോയിട്ട് ഇവിടുത്തെ നെയ്ത്ത് ഗ്രാമങ്ങളിൽ ഇവരുടെ ഷോപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷോപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. നമുക്ക് പോയി നോക്കാം. ഒരു സ്ട്രീറ്റ് മൊത്തം ഹാൻഡ്ലൂമിൻ്റെ ഷോപ്സുകളാണ് കേട്ടോ. ഈ ഒരു സ്ട്രീറ്റ് ഉള്ളതെന്നാണ് പറയണത്. ഈ ഒരു സ്ട്രീറ്റിൽ തന്നെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഒരു 10-20 ഷോപ്പിൻ്റെ അടുത്തുണ്ട്. കാരണം ഇങ്ങോട്ട് വാ, അതെല്ലാം മോനെ, ഇനി വാ ഇവിടെ നോക്കണ്ട. Expensive. They are 3,000 above ಇದೆ. പക്ഷെ സാധാരണ സാരികളാണെങ്കിൽ 600. ഒരു സാധാരണ സാരി
ഇതുപോലത്തെ സാധാരണ സെറ്റ് കൊണ്ടൊക്കെ 800 രൂപയ്ക്കുള്ളിലേ ഉള്ളൂ. സൈസ് ഇല്ല മോനെ. ഇതൊക്കെ സാധാരണ നമ്മുടെ ചേട്ടാ അതിൻ്റെ വേറെ ചേട്ടൻ്റെ പേര് വിളിച്ച് എന്താ പറയുക ടിഷ്യൂ സാരികൾ. അപ്പം ഈ ടിഷ്യൂ സാരികളൊക്കെ 1000 രൂപ ಇಷ್ಟದು 1000 ರುಪೀಸ್. ಅದಾ ಚೆನ್ನಾಗಿದೆ. ಪ್ಲಸ್ ഇതിൽ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ. പക്ഷെ അതല്ല ಇದೆಲ್ಲ ಇಷ್ಟು ಹ್ಯಾಂಡ್ಲೂಮ್ ಆ್ಯಕ್ಚುಲಿ. The same saree in the handloom section is 3000 above. But in this normal it is like 1000 rupees. ಹ್ಯಾಂಡ್ಲೂಮ್ಸ್ ಅಂದ್ರೆ ರಿಟೇಲ್ ಶಾಪ್ಸ್. Handloom and ಓಕೆ ಓಕೆ ಆಫ್ಟರ್ ಓಕೆ ಓಕೆ. അതൊന്നും വേണ്ടേ ഇതെല്ലാം handloom. 3550 Oh. 1050. Oh, super. But quality also different. Yeah. It's different. This is handloom. This is machine made. ಹ್ಯಾಂಡ್ಲೂಮ್ ಇದು handloom. This is like actually 2-piece. The saree, it's like a panche. This is 6,000. 6700. 700. So this is like a panche plus and a dupatta, like the two set. So it costs around 6,000. Sure, ഇതെല്ലാം 1800 അല്ലേ? ഇതെല്ലാം 1800. ತಗೋ ಚೆನ್ನಾಗಿದೆ if you want. ഇതെല്ലാം ഇത് നോർമൽ. ഇത് 800 rupees. ഈ പ്രിന്റ് ഉള്ളത്. ഇത് 900 rupees. കളർ ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഇതുണ്ടല്ലോ 3000 സ്റ്റാർട്ട് ചെയ്ത് 16,000 വരെയുള്ള ഹാൻഡ്ലൂംസ്. എന്താ വേണ്ടേ? ചേട്ടാ നമുക്ക് വേറൊന്നും എടുക്കാമല്ലോ ഫസ്റ്റ്. അതിൻ്റെ വേറെ ഇതുപോലത്തെ ചെക്സ് ആണ്. അതുപോലത്തെ 2. പിന്നെ ഒരു സ്ട്രൈപ്സിൽ ഗോൾഡൻ ഇതിൽ വരുന്ന സ്ട്രൈപ്പ്. ഇതെനിക്ക് ഇത് 2 അമ്മമാർക്കാണ്. ഇതാണ് നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇതിലൂടെ നമുക്ക് മാച്ച് ചെയ്യും. ഇത് 3 ഞങ്ങൾ ബാലരാമപുരത്ത് വാങ്ങിക്കുകയാണ്. നമ്മൾ എവിടെന്നെങ്കിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറി ആയിട്ട് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നത് ഈ സാരികളാണ് കേട്ടോ. ചേട്ടാ ഇത് 3 ഫിക്സ് ചെയ്യാവേ. പ്ലസ് നമുക്ക് 15% ഡിസ്കൗണ്ട് കൂടി ഉണ്ട്. ചേട്ടൻ്റെ ഷോപ്പ് ഉണ്ടല്ലോ 110 വർഷം പഴക്കമുണ്ട് കേട്ടോ. പക്ഷെ അവരുടെ ഫാമിലിനെല്ലാം കാണിച്ചു കൊടുക്കും. അവരുടെ ഗ്രാൻഡ് ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഷോപ്പാണ്. അവരുടെ ഗ്രാൻഡ് ഫാദർ പിന്നെ അവരുടെ ഫാദർ വന്നിട്ട് ഇപ്പം ചേട്ടൻ 3ാമത്തെ ജനറേഷനായിട്ട് ചേട്ടനാണ് ഇതൊക്കെ നോക്കിയത്. 110 വർഷം പഴക്കമുണ്ട്. അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ പരിചയക്കുറവ് കൂടുതലും അവർ കാണിക്കുന്നതൊക്കെ കളർ സാരി ഇഷ്ടം. ടിപ്പിക്കൽ നമ്മുടെ കേരള സാരി ഇരിക്കുന്നത് ബാലരാമപുരത്ത് പോകുന്നില്ല. അതെ എല്ലാവരും പോകുന്ന വെട്ടി കളർ സാരി. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകും. പേ ചെയ്തിട്ട് പോവാം. ചേട്ടാ എത്രയായി? ഫോൺ പേ ചെയ്യാം. അഡ്രസ് വായിക്കാം.
പെൺകുട്ടി അത് അങ്ങനത്തെ ഡ്രസ് ഇട്ടതാ. പിന്നെ മുടിയും വന്നിട്ടില്ല അതുകൊണ്ട്. പക്ഷേ ഹംഗ്രി സമയം 3:30 സമയം 3:15. നമ്മളിത് 3:15 3:15 3:30 ಆಲ್ಮೋಸ್ಟ್ ಸೇಮ್ 3:15 ಯೂಸಸ್ 3:15 3:45 3:15 ಏನು ಹೇಳ್ತೀವಿ ನಾವು ಅಷ್ಟೇ 3:15 സെയിം ഓൺലി. നമ്മളുണ്ടല്ലോ ബാലരാമപുരത്ത് 3 സാരി വാങ്ങിച്ചു കേട്ടോ. പിന്നെ കൺമണിക്കും ഡ്രസ്സ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഞങ്ങൾ പോയ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായ ഒരു ഷോപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത്ര ഒരു ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ ഈ കൺമണിയുടെ ഡ്രസ്സിൽ കുറച്ച് പിക്കാണ് കേട്ടോ. കാരണം കൺമണിക്ക് അവിടെ കണ്ടതൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്കതത്ര ഇത് അതായത് സെറ്റ് പാവാട, അതായത് നമ്മുടെ കേരള സാരിയുടെ ടൈപ്പ് തന്നെ, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അത്ര. അതുകൊണ്ട് കൺമണിക്ക് വാങ്ങിയില്ല. ചെറിയൊരു കരച്ചിലൊക്കെ കഴിഞ്ഞു, പക്ഷെ ಕುഴಪമിಲ್ಲ. ನಲ್ಲದು ವಾಂಗಿನಲ್ಲೇ ನಲ್ಲದಲ್ಲ ಇಶ್ಯೂ ಚೆನ್ನಾಗಿರಲಿಲ್ಲ ಅಲ್ಲಿ, ಮಕ್ಕಳದು ಕಲೆಕ್ಷನ್ಸ್ ಇರಲಿಲ್ಲ. ಸೊ ಹಾಗೆ ನಾನು ತಗೊಂಡ ಸೀರೆಗಳು ಹೆಂಗಿದೆ. 3 സാരിക്കും കൂടിയിട്ട് ഫൈനൽ പ്രൈസ് 2500 രൂപയാണ് കേട്ടോ. അതായത് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, 15% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ഓരോ സീരയ്ക്കും ഓരോ സാരിക്കും. അപ്പം 2500 രൂപയ്ക്ക് 3 സാരി കിട്ടി. ഞാൻ സാരി ഉടുക്കാറുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സെറ്റ് സാരി ഉടുക്കാറുണ്ട്. പിന്നെ അതെ അശ്വിൻ്റെ അമ്മയ്ക്കും അങ്ങനെ ഒരു സാരി ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവരുടെ അങ്ങോട്ട് ആ ഒരു സാരി ട്രെൻഡ് ഇല്ല. അവിടെ കൂടുതലും ഈ സിൽക്ക് സാരിയും അല്ലെങ്കിൽ കോട്ടൺ സാരി ആണെങ്കിൽ കളറുള്ള സാരികളാണ് കൂടുതൽ അല്ലേ ഷോ. നിമ്മൂരിൽ കളർ സാരീസ് അല്ല അപ്പോൾ ട്രെൻഡ്. ഇതുപോലത്തെ സാരി അവിടെ കുറവാണ്, അവിടെ ആരും ഇതുപോലത്തെ സാരി യൂസ് ചെയ്യാറില്ല. പിന്നെ ഒന്ന് അത് അശ്വിൻ പറഞ്ഞേ, അമ്മയ്ക്ക് വാങ്ങിച്ചാലും ചിലപ്പോൾ അത് നിനക്ക് തന്നെ വരും. കാരണം അമ്മ ഉടുത്തില്ലെങ്കിൽ നീ തന്നെ ആയിരിക്കും അത് ഉടുക്കുക എന്നുള്ളൊരിതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ പിന്നെ അമ്മ കൊടുക്കാറുണ്ട്, കാരണം നമ്മുടെ നാട്ടിലെ ഇതല്ലേ, അമ്മ അമ്പലത്തിൽ പോകുമ്പോൾ കൊടുക്കും. പിന്നെ അതൊന്നും വിത്ത് ബ്ലൗസ് എല്ലാം തോന്നുന്നു. അല്ല വിത്ത് ബ്ലൗസ് ആയിരിക്കും, ഞാൻ ചോദിച്ചില്ല കേട്ടോ. അതിനൊക്കെ നമുക്ക് വേറെ കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ മാച്ച് ചെയ്യാം. പിന്നെ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ട്രിവാൻഡ്രം കൊല്ലം സൈഡിലൊക്കെ അവർ കല്യാണത്തിന് മസ്റ്റായിട്ടും ഇതുപോലത്തെ കസവിൻ, അതായത് കേരള സാരികളാണ് കല്യാണത്തിന് ഉടുക്കാന്ന് പറയണത്. അപ്പോൾ അവരൊരു 16,000-ൻ്റെയും 30,000-ൻ്റെ ഒക്കെ സാരികൾ ವಾങ്ങിക്കാറുണ്ട്. അതിൽ 30,000 ಸೀರೆಗಳು ಇದೆ ಶೋ. ಸೊ ಈ ಕಡೆ ಟ್ರೆಂಡ್ ಏನಂದ್ರೆ ಮದುವೆಗೆ ಯೂಶ್ವಲಿ ಬ್ರೈಡ್ ಅದೇ ಥರ ಹಾಕ್ತಾರೆ ಅಂತ, ಸೆಟ್ ಸಾರಿ ಇದೇ ಥರ കേരള സീರೆ ಹಾಕ್ತಾರೆ ಅಂತ. അതുപോലെ തന്നെ ആൺകുട്ടിന്റെ മുണ്ടുകളും ಚೆನ್ನಾಗಿದೆ. ಅದೇ ಥರ ಫಾರ್ ದ ಗ್ರೂಮ್ ದ പഞ്ച ഓൾസോ മുണ്ട് അതും ഒരു 5,000-ൻ്റെയും 10,000-ൻ്റെ ഒക്കെ മുണ്ട് ഇവിടെ അവൈലബിൾ ആണ്. മുണ്ടാണെങ്കിലും വേഷ്ടി ആണെങ്കിലും അതൊക്കെ. വേഷ്ടി അല്ലല്ലോ, അതിനെന്താ പറയുക, മേൽമുണ്ട്. പിന്നെ നമ്മുടെ മുണ്ടും വേഷ്ടിയൊക്കെ ഉണ്ട്, അതൊക്കെ 3,000-ൽ സ്റ്റാർട്ട് ചെയ്യും ഹാൻഡ്ലൂം ആണെങ്കിലും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ടെങ്കിൽ, ട്രിവാൻഡ്രത്തിന് എത്ര ദൂരം ഉണ്ട് അശ്വ? ഹാർഡ്ലി ಒಂದು 16 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ട്രിവാൻഡ്രത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വന്നിട്ട് ബാലരാമപുരത്ത് നിന്ന് സാരികളൊക്കെ വാങ്ങിക്കാം. ಅದೇ ಹೇಳಿರೋದು, ಇಡೀ ಕೇರಳದಲ್ಲಿ ಕೇರಳ ಸೀರೆ ವೀವಿಂಗ್ ಅಂದ್ರೆ ಇಲ್ಲ ಇಷ್ಟೇ ಇರೋದು. ಬೇರೆ ಪಾಲಕ್ಕಾಡಲ್ಲಿ ಒಂದಿದೆ ಕುತ್ತಂಬಳ್ಳಿ ಅಂತ, ದೇ ಹ್ಯಾವ್ ಮೋರ್ ಲೈಕ್ ಕಲರ್ ಸೀರೀಸ್ ಅಂಡ್ ಆಲ್, ಕಲರ್ ಸಾರೀಸ್ ಅಂಡ್ ಆಲ್. ಈ ತರ ಸೀರೆ ಇರೋದು ಇಲ್ಲ ಅಷ್ಟೇ. ಸೊ ದಟ್ಸ್ ಕೇರಳ ಸೀರೆ, കേരള സാരികൾ, ട്രഡീഷണൽ കേരള സാരി. പിന്നെ അതുപോലെ തന്നെ അവർ പറയുമ്പോൾ നമ്മുടെ കണ്ണൂർ പയ്യന്നൂരിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഈ ഒരുപോലെ സെറ്റ് സാരിയൊക്കെ കൊടുക്കത്തില്ലേ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ, അങ്ങനത്തെ ഇതിലൊക്കെ വന്നിട്ട് അവർ 50 സാരിയും അതുപോലെ 50 മുണ്ടൊക്കെ ഒരുമിച്ച് ವಾಂಚಿಟ್ಟು പോകാറുണ്ടെന്ന്. പക്ഷേ ಈಗ ಏನಾದರೂ ಫ್ಯಾಮಿಲಿ ಫಂಕ್ಷನ್ಸ್ ಎಲ್ಲ ಇರುತ್ತಲ್ಲ, ಒಂದೇ ಥರ ಸೀರೆ ಹಾಕ್ತಾರೆ. ಸೊ ದೇ ಕಮ್ ಹಿಯರ್ ಫಾರ್ ದ ಹೋಲ್ಸೇಲ್ ರೇಟ್. ಅವರಿಗೆ ಒಂದು 50 ಸಾರಿ 100 ಸಾರಿಗಳು ಅವ್ರು ಅದೇ ಥರ ಪಂಚೆ ಮುಂಡು ಅದೆಲ್ಲ ದೇ ಯೂಸ್ ಟು ಬೈ ಇನ್ ಬಲ್ಕ್ ಅಂತ. നമ്മൾ പോയതൊരു ഹോൾസെയിൽ ഷോപ്പല്ലേ, ഇറ്റ് വാസ് എ ഹോൾസെയിൽ ഷോപ്പ്. അത് അവർ പറയുന്നു ഇവിടെ എല്ലാ ഷോപ്പും റീറ്റെയിലായി, അങ്ങനെ ഇവിടെ കുറച്ച് ഷോപ്പുകൾ മാത്രമേ ഹോൾസെയിൽ റേറ്റിലൊക്കെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആ ചേട്ടൻ്റെ ഷോപ്പിൽ നല്ല ഡിസ്കൗണ്ടോടെ സാരികൾ വാങ്ങിക്കാം. എനിക്ക് ഹാൻഡ്ലൂം വാങ്ങിക്കേണ്ട അത്രയും ബഡ്ജറ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ, സത്യം പറയാണ്.
അല്ലെ അത്രയും എക്സ്പെൻസീവ് സാരി വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല എനിക്ക്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനിപ്പം ഹാൻഡ്ലൂം സാരിയിൽ ആ ഒരു റേഞ്ചിലുള്ള ഒരു ഇപ്പം 6000-ത്തിനൊക്കെ സാരി വാങ്ങിച്ചിട്ട് ഞാൻ എവിടെ കൊടുക്കാനാ? അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ 6000 രൂപ കളയണ്ട, എനിക്ക് പവർലൂം ആണെങ്കിലും മതി, എനിക്ക് ഏതെങ്കിലും അമ്പലത്തിലോ ഏതെങ്കിലും ഓണത്തിനോ ഒക്കെ കൊടുക്കാനാണ് എനിക്ക് അതുപോലത്തെ സാരി ഞാൻ പ്രിഫർ ചെയ്യും. അപ്പം അത്രയും എക്സ്പെൻസീവ് സാരി വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിക്കാണ്ടിരുന്നത്. നിങ്ങൾക്ക് ഹാൻഡ്ലൂം ഒക്കെ വേണമെങ്കിൽ ഒരു 6000 രൂപയ്ക്കും 3000 രൂപയ്ക്ക് മറ്റേ നമ്മുടെ മുണ്ടും വേഷ്ടിയും ഒക്കെ കിട്ടും കേട്ടോ. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ആ കളക്ഷൻസ് ഇറ്റ്സെൽഫ് ഈസ് റിയലി ഗുഡ്. നമ്മൾ നമ്മുടെ നാട്ടിലെ വേറെ ഷോപ്പിലൊക്കെ പോയില്ലേ, അതിനേക്കാളൊക്കെ ടെക്സ്റ്റൈൽ ഷോപ്പിനേക്കാളൊക്കെ നല്ല കളക്ഷൻസ് ഇവിടെ നന്നായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് അവർ അതിൻ്റെ മാത്രം എക്സ്ക്ലൂസീവ് ഷോപ്സ് അല്ലേ, അപ്പോൾ അതിൽ ഒത്തിരി വെറൈറ്റീസ് ഇട്ടിട്ടുണ്ട് അവർ. എഗെയിൻ പാരഗൺ അല്ല, ഓൾവേസ് പാരഗൺ. നമ്മൾ സമയം 4 മണിയായി. പാരഗൺ മാത്രം, പാരഗൺ ആൻഡ് പങ്കായം. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ കഴിക്കാൻ വന്നു. എന്തെങ്കിലും പൊറോട്ടയോ എന്താണുള്ള മീൽസൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഫോൺ വിളിച്ച് ചോദിച്ചായിരുന്നു നമ്മൾ. കണ്ടോ, കൺമണി ഓൾസോ പരിചയമായിത്തോളി. നമ്മൾ ബാലരാമപുരമൊക്കെ കഴിഞ്ഞിട്ട് റൂമിലെത്തി. ജസ്റ്റ് ഒന്ന് ഫ്രഷായി, മുഖമൊക്കെ കഴുകിയതേ ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടും ചേട്ടനൊക്കെ വന്നു. നമ്മളെല്ലാവരും കൂടിയിട്ട് ഇപ്പം പുറത്ത് പോവാണ്. നമ്മളെല്ലാവരും സിറ്റി റൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അതെനിക്ക് ഒന്നുകൂടെ പോകുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരോടും പറഞ്ഞു, ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് അതിന് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ടിനും ചേട്ടനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ, അവരുടെ മക്കളെയൊക്കെ. ജ്യോതി ഹായ് പറ. ഹായ്. ഞാൻ ജ്യോതിൻ്റെ ചാനൽ ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ, അതും കൂടെ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ജ്യോതിൻ്റെ ബേബിയാണ്, ബേബി. ഹായ്. ഇവിടെ കുഞ്ഞൂട്ടനുണ്ട്. ഹായ്. ചേട്ടാ 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 ഒരു ഹായ് പറയോ? പഴവങ്ങാടി ഗണപതി ടെമ്പിൾ നമ്മളിങ്ങനെ നടക്കാൻ കേട്ടോ. നമ്മൾ ഈസ്റ്റ് ഫോർട്ടിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, ഇനിയൊരു 45 മിനിറ്റും കൂടെ സമയമുണ്ട്. 7:15 ആയതേ ഉള്ളൂ. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ചായ കുടിക്കാനൊക്കെ വിചാരിച്ചു, പക്ഷെ എവിടെയും നല്ല ചായയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ നടക്കുക നമ്മൾ. ജ്യോതിൻ്റെ ചാനലിൽ ജ്യോതി എന്താ ചെയ്യുക? ഞാൻ കുക്കിംഗ് ആണ്, പിന്നെ ഡെയിലി വ്ളോഗ്സോ അങ്ങനെയുള്ളത്, ലഞ്ച് ബോക്സ് അങ്ങനെയുള്ള പരിപാടികളാണ്. മിനി വ്ളോഗ്സൊക്കെ ദിവസം ഉണ്ടാവും. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ ആളുടേത് വെച്ചാൽ ഒരു ഗംഭീര എന്താ ഫുഡ് അങ്ങനെ അല്ല, മീൻസ് ഒരു ഫുൾ ലഞ്ച് പ്രിപ്പറേഷൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ആളെപ്പോഴും വരിക. അപ്പോൾ ആളുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ല ട്രിവാൻഡ്രം സ്റ്റൈൽ റെസിപ്പീസൊക്കെ, ട്രിവാൻഡ്രം പ്ലസ് കൊല്ലം അല്ലേ, രണ്ടും മിക്സ്. ആക്ച്വലി അവൾ ബേസിക്കലി കൊല്ലമാണ്, ചേട്ടൻ ട്രിവാൻഡ്രം. അപ്പോൾ 2 ഡിസ്ട്രിക്റ്റിൻ്റെയും ടേസ്റ്റ് നമുക്ക് എന്താ വെച്ച് ഇവിടെയോ ആണോ? അറിയില്ല, നമ്മൾ ഇതുവഴിയല്ല വന്നേ, നമ്മൾ അതുവഴിയാ പോയേ. ദർബാർ കൂടുന്നതിന് വേണ്ടി നിർമ്മിച്ച ദർബാറുകളാണ് 1865-ലാണ്. ഡാൻസ് ചെയ്ത് ടയേർഡായിട്ടില്ല എൻ്റെ മുഖം. കൺമണി ഇപ്പോഴാണ് എഴുന്നേക്കുന്നത്. ഇത്രയും സമയം കണ്ണു ഉറക്കായിരുന്നു. കണ്ണു എയ്റോപ്ലെയിൻ കണ്ടിനോ? 2 എയ്റോപ്ലെയിൻ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. സൺഡേ കൂടെ ആയതുകൊണ്ട് ഞാൻ ശരിക്കും വിചാരിച്ചെന്തറിയാമോ, ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ ബോറായിരിക്കും. നമുക്കറിയത്തില്ല ഇത് കാമായിട്ട് പോകുന്ന കൂടെ കഴിഞ്ഞപ്പോഴത്തേന് പാട്ട് കൂടെ അവൾ ഫസ്റ്റ് പാട്ട് പാടി തുടങ്ങി. ഒരു ഡാൻസ് പകുതി ആകുമ്പോഴേക്കും ഡാൻസ് തുടങ്ങി. അല്ലേ, ഞങ്ങൾ ഇരുന്നിട്ടേ ഇല്ല, കുറച്ച് സമയം മാത്രമേ നമ്മൾ ഇരുന്നുള്ളൂ. ബാക്കി മൊത്തം നിപ്പും ഡാൻസും
കൂവലും വിളിയും അടിപൊളിയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഇവിടെയൊക്കെ ഉള്ളവരാണെങ്കിൽ പോയി കാണുക കേട്ടോ. ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ ഒട്ടും മിസ് ചെയ്യരുത്. നിങ്ങളുടെ നാട്ടുകാരോട് ഞാൻ ഈ നാട്ടുകാരി ആയിട്ട് തന്നെ ഫസ്റ്റ് ടൈം പാട്ടോ കയറിയത് 2 പ്രാവശ്യം കയറി. അതുപോലെ അടിപൊളിയാണ്. ഞാൻ നാളെയും കൂടെ കയറാൻ റെഡിയാണ്. പക്ഷെ ആ ചേട്ടനില്ല, നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ പ്രകാശ് ചേട്ടൻ നാളെ ലീവാ. ആ ചേട്ടനോടും ചോദിച്ചു, ചേട്ടാ ലീവ് എടുക്കല്ലേ ചേട്ടാ, പ്ലീസ് നാളെ വാ, മറ്റന്നാൾ മുതൽ ചേട്ടൻ എത്ര ദിവസം വേണമെങ്കിലും ലീവ് എടുത്തോ, ഞാൻ തിരിച്ചു പോവാം. പക്ഷെ ചേട്ടൻ ഒരു 5 ദിവസമായിട്ട് കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരുന്നു. ഇനി ഞാൻ ലീവ് എടുത്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെ പാവല്ലേ, ഇനി വരുമ്പോൾ കയറാം. ഇനി വരുമ്പോൾ നമുക്ക് ആദ്യം വീണ്ടും പ്ലാൻ ചെയ്യാം കേട്ടോ. ഉറപ്പായിട്ടും. ഇത് ഏപ്രിലിൽ തുടങ്ങിയതാണ് സിറ്റി റൈഡ്, 1 വർഷം ആയിട്ടില്ല. അപ്പം ആരെങ്കിലും ട്രിവാൻഡ്രം വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇവിടെ ഗാന്ധി പാർക്കിൽ പാർക്കിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കതത്ര, നമ്മൾ വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നില്ലേ, അങ്ങനെ നമ്മൾ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങ് ദൂരം പാർക്ക് ചെയ്തതാണ്. എപ്പോഴും പാർക്ക് ചെയ്യുന്ന പോലെ പഴവങ്ങാടിയുടെ അടുത്ത്. ഇനി നമ്മൾ അങ്ങോട്ട് നടക്കുക. We have visited before Corona. We have visited. As couple before. Yes. I mean some. ഞങ്ങൾ നല്ല അടിപൊളി സിറ്റി റൈഡൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് വീട്ടിലെത്തി. ഇന്ന് ജ്യോതിയും ചേട്ടനും ഉണ്ടായിട്ട് നല്ല അടിപൊളിയായിരുന്നു അല്ലേ? ഇന്നത്തെ വൈബ് കുറച്ചുകൂടി നല്ലതായിരുന്നില്ലേ അവരുണ്ടായതുകൊണ്ട്? No, the Swati's friend, she got a friend here. They're very good. They both husband and wife. Both husband and wife. They were so good. I think they treat us like a family. Yeah. We became a family. Yes, and they don't wanted us to go back. But we'll come back. Come back again to Trivandrum. We'll come back, and we'll come back for them also. And for the city ride again we'll be coming. എനിക്ക് സിറ്റി റൈഡ് നാളെയും പോകണമെന്നുണ്ട്. അശോ, ചേട്ടൻ ഈസ് ഓൺ ലീവ്. See, if you keep on going, we'll get bored. അതല്ലേ? Yeah, next time we'll come and go again. Yes. Next time we'll come. അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ പാലസ് ഒക്കെ കാണിച്ചു. പാലസ് കാണിച്ചു, നമ്മൾ ബാലരാമപുരം വീവിങ് അവിടെ പോയി, വീവേഴ്സ് സ്ട്രീറ്റിൽ പോയി. അപ്പം ഇന്നത്തെ നല്ലൊരു ദിവസമായിരുന്നു. ഫുൾ ഡേ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. കണ്ണു അതുകൊണ്ട് സിറ്റി റൈഡിൽ ഫുള്ള് കിടന്നുറങ്ങി. ഷി വാസ് സ്ലീപ്പിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങളുടെ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഇനി ഞങ്ങൾ സൂം മ്യൂസിയം ഒക്കെ കാണിക്കാനുണ്ട്, അതൊക്കെ പെട്ടെന്ന് കാണിക്കുന്നതായിരിക്കും. ബൈ ബൈ, ഗുഡ് നൈറ്റ്.